ബംഗ്ലാദേശിൽ വസന്തം വന്നുവെന്ന് തലക്കെട്ടെഴുതി ആഹ്ലാദിക്കുന്ന മാധ്യമപ്രവർത്തകരും അവിടെ പുതിയ ഒരു വസന്തം തുടങ്ങിയെന്ന് പോസ്റ്റിട്ട് അർമാദിക്കുന്ന മതേതരന്മാരും അറിയുവാൻ ഒരു വാർത്തയുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് അവിടെ ഹിന്ദുക്കൾക്ക് നേരെ കൂട്ടക്കൊലയാണ് നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗത്തെ കൂടി ഇപ്പോൾ കൊന്നൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റുകളെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ബംഗ്ലാദേശിൻ്റെ നേതാവ് പ്രദീപ് കുമാർ ഭൗമികിനെ കൊല്ലുക മാത്രമല്ല കൊന്ന് കെട്ടിത്തൂക്കുകയും ചെയ്തിരിക്കുന്നു. ഇദ്ദേഹം ഒരു മാധ്യമപ്രവർത്തനം കൂടിയാണ്. ദ ഡെയിലി സ്റ്റാർ എന്ന മാധ്യമത്തിൻ്റെ പ്രധാന പത്രാധിപർ കൂടിയാണ്. അനവധി മാധ്യമപ്രവർത്തകരെയാണ് പ്രസ് ക്ലബ്ബിലിട്ട് ചുട്ടുകൊന്നത്. ഇവിടുത്തെ മാധ്യമങ്ങളിതൊന്നും അറിയാത്തതല്ല, അറിഞ്ഞിട്ട് മുക്കുന്നതാണ്. മതേതരത്വം തകരണ്ടായെന്ന് കരുതി. ഏതായാലും അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള കൊലവിളിയും കൊലയും നടക്കുമ്പോൾ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകളും കൊല്ലപ്പെടുന്നു എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട്. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ബംഗ്ലാദേശ് എന്നൊരു പാർട്ടി അവിടെ ഉണ്ട് എന്നുള്ള വിവരം കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൊല്ലപ്പെട്ടത് പ്രദീപ് കുമാർ ഭൗമിക്കാണ്. ഇത് കൂടാതെ 5ഓളം പേർ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് വിവരവുമുണ്ട്. ഏതായാലും ലോകത്തെമ്പാടും നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ ഈ പലപ്പോഴും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇരയാക്കപ്പെടുമ്പോൾ അതിനെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് വസന്തമെന്നും ഇല്ലെങ്കിൽ പൂക്കാലമെന്നുമൊക്കെ എഴുതി രസിക്കുന്ന മാധ്യമപ്രവർത്തകർ അറിയുവാനും ഒപ്പം തന്നെ ഇതിനെയൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി എന്ന് പറയുകയും വൺ സൈഡ് മതേതരത്വം വെച്ചു പുലർത്തുകയും ചെയ്യുന്നവരും ഈ വാർത്ത നിർബന്ധപൂർവ്വം കാണണം എന്നുകൂടിയാണ് അപേക്ഷിക്കാനുള്ള. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.